ബാക്ക് വർക്ക് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്സും ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് വൺ, ലീനിങ് ഫോർവേഡ് ആൻഡ് ത്രോയിങ് പഞ്ചസ്. മിക്കവരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഇതാ ഇതുപോലെ ബോഡി മാത്രം ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്ത് പഞ്ച് ചെയ്യുന്നത്. ഇങ്ങനെ പഞ്ച് ചെയ്യുന്നതിൽ ഒരു യൂസും ഇല്ല. സോ വാട്ട് യു ഷുഡ് ഡു ഇസ് സ്റ്റെപ്പ് ചെയ്ത് പഞ്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ജാബ്, സ്റ്റെപ്പ് ആൻഡ് പഞ്ച്, അപ്പർ കട്ട്, ഹുക്ക്, ഇതുപോലെ സ്റ്റെപ്പ് ചെയ്ത് പഞ്ച് ചെയ്യുക. സെക്കൻഡ് വൺ, ലേൺ ടു മെയിൻറ്റെയിൻ പ്രോപ്പർ റേഞ്ച്. മിക്കവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഫോർ എക്സാമ്പിൾ സ്ട്രേറ്റ് പഞ്ച് ഇതാ ഇതുപോലെ കൈ കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്ട് പഞ്ച് ചെയ്യും. ഇതിൻ്റെ റീസൺ പ്രോപ്പറായിട്ട് റേഞ്ച് കീപ്പ് ചെയ്യാത്തതാണ്. എങ്ങനെ റേഞ്ച് കീപ്പ് ചെയ്യാൻ നോക്കാം. റെസ്റ്റ് ടുവേർഡ്സ് യുവർ ബോക്സിംഗ് സ്റ്റാൻസ്. ഫ്രം ഹിയർ മെയിൻറ്റെയിൻ 1 arm ഡിസ്റ്റൻസ്, ടേക്ക് എ ഷോർട്ട് സ്റ്റെപ്പ് ബാക്ക്. ഇനി ഇവിടെ നിന്ന് പഞ്ച് ചെയ്യുമ്പം സ്റ്റെപ്പ് ചെയ്ത് കൈ എക്സ്റ്റെൻഡ് ചെയ്ത് പഞ്ച് ചെയ്യുക. സി ലാസ്റ്റ് വൺ, പവർ പഞ്ചസ് എങ്ങനെ അടിക്കണം നോക്കാം. മിക്കവരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് പവർ പഞ്ച് അടിക്കുമ്പം ബ്രെത്തൊക്കെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് കൈയൊക്കെ ടൈറ്റാക്കി ഇങ്ങനെ അടിക്കുന്നത്. ഇങ്ങനെ അടിച്ചാൽ നിങ്ങൾക്ക് പവർ ഒന്നും കിട്ടത്തില്ല. പവർ പഞ്ചസ് വേണമെങ്കിൽ നിങ്ങൾ ബോഡി റിലാക്സ് ചെയ്ത് വെക്കുക ആൻഡ് ലേൺ ടു സ്റ്റെപ്പ് ആൻഡ് ട്വിസ്റ്റ് യുവർ ബോഡി അറ്റ് ദ സെയിം ടൈം. ഫോർ എക്സാമ്പിൾ ഒരു അപ്പർ കട്ട് അടിക്കുകയാണെന്ന് വെച്ചോ, അപ്പർ കട്ട് അടിക്കുകയാണെങ്കിൽ ലെഫ്റ്റ് അപ്പർ കട്ട് അടിക്കുക. സോ ഇവിടെ നിന്ന് സ്റ്റെപ്പ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് പഞ്ച് ചെയ്യുക. ലീഡ് ഹുക്ക്, റൈറ്റ് അപ്പർ കട്ട്, അഗെയിൻ ക്രോസ്, സെയിം വേ നിൽക്കുക. കോംബോ പവർ പഞ്ച് പോവുകയാണെങ്കിൽ സി ഇതുപോലെ സ്റ്റെപ്പ് ആൻഡ് ട്വിസ്റ്റ് റൊട്ടേഷൻസ് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുപോലത്തെ കൂടുതൽ ബോക്സിംഗ് ഇൻഫോർമേഷൻ വീഡിയോസിനെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ആൻഡ് സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.